കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCS അസംബിൾ കവർ ചെയ്യുന്ന BCS 011 അഥവാ BCS 111 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയറിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഇഗ്നോയിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു 2022 to 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിൽ ഇനി നമുക്ക് ഏതൊക്കെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം അതിൻ്റെ ഒരു ടോപ്പിക് പ്രോബിലിറ്റി പ്രഡിക്ഷൻ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഡിസംബർ 2025 നമുക്ക് എക്സാമിന് വരാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോഡൽ ആൻസേഴ്സ് അതിൻ്റെ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഹാർഡ്വെയർ, യൂണിറ്റ് 1 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പാസ് പേപ്പേഴ്സിൽ 2 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കമ്പ്യൂട്ടർ ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് 2 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 1 തന്നെ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ 1 time ചോദിച്ചാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതൊരു ലോ റെലവൻസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നമുക്ക് ടോട്ടൽ 3 ബ്ലോക്സ് ആണ് കമ്പ്യൂട്ടർ ബേസിക്സിനുള്ളത്. അപ്പോൾ ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 പോകുമ്പോൾ CPU സ്ട്രക്ചേഴ്സ്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്, അപ്പിയറൻസ് 5 times ആണ്, റെലവൻസ് മീഡിയം ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്പർ സിസ്റ്റം ആൻഡ് കൺവേർഷൻ 4 times ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് വരും. ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ആക്സസ് ടൈം 15 times ചോദിച്ചിട്ടുണ്ട്, ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 മെമ്മറി ടൈപ്പ് ആൻഡ് ഹൈറാർക്കി 9 times, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 പോർട്സ്, അതിൽ പാരലൽ, സീരിയൽ, USB, SCSI 4 times ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 പ്രിന്റേഴ്സ്, അതിൻ്റെ ടൈപ്സ്, പ്രോസ്, കോൺസ് 4 times, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ഇൻപുട്ട് ഡിവൈസസ്, മൗസ്, സ്കാനേഴ്സ് 3 times ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 മോണിറ്റേഴ്സ്, അതിൽ CRT, LCD, LED 2 times. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 പെർസീവർ സോഫ്റ്റ്വെയർസ്, മാൽവെയർ, ആൻറ്റിവൈറസ് 7 times, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, OSD 5 times, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 3 times ചോദിച്ചു, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 സോഫ്റ്റ്വെയർ ലൈസൻസിങ് 2 times, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സർവീസസ് ആൻഡ് കോൺസെപ്റ്റ്സ് 7 times, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് 5 times, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 array, data types, operators 3 times, low level of importance. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 subroutine and functions 3 times, low level of importance. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 word processing, mail merge 3 times, low level of importance. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 സ്പ്രെഡ്ഷീറ്റ്, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് 3 times ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 4 പ്രോജക്റ്റ് മാനേജ്മെന്റ്, പ്രസന്റേഷൻ ടൂൾസ് 2 times. യൂണിറ്റ് 4 തന്നെ ഡേറ്റാബേസ് ആൻഡ് MS ആക്സസ്, യൂസസ്, ഫങ്ഷൻസ് 1 time, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 3 ആണ് നോക്കാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 1 ഇൻപുട്ട് IP അഡ്രസ്സിംഗ്, DNS ആൻഡ് URL 10 times, ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്.
Client-server architecture, 5 times media level of importance. Transmission media and data communication, 4 times low level of importance. ഇനി ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 1 നെറ്റ്വർക്കിംഗ് ഡിവൈസസ് NIC, ഹബ്, സ്വിച്ച്, റൗട്ടർ, 4 times low level of importance. ഇനി ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 1 നെറ്റ്വർക്ക് ടോപ്പോളജി, സ്റ്റാർ, ബസ്, ട്രീ, റിംഗ്, 4 times. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 OSI and TCP IP model, 3 times. Block 3 Unit 1 LAN versus WAN, 2 times. Unit 2 browsers and search engine, 3 times. Unit 2 security threats and precautions, 3 times ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 വരുമ്പോൾ ഇമെയിൽ, അതിൽ ഫോൾഡേഴ്സ്, ഫീച്ചേഴ്സ്, 2 times. യൂണിറ്റ് 2 തന്നെ കുക്കീസ്, പ്രൈവസി ആൻഡ് സേഫ്റ്റി, ബ്രൗസിംഗ്, സേഫ് ബ്രൗസിംഗ്, 2 times. യൂണിറ്റ് 3 social networking, 3 times. Unit 3 wikis, collaboration tools, 3 times. Unit 3 e-learning, features and advantages, 2 times. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ബ്ലോക്സ് ആണ് ബ്ലോക്ക് 2 and 3. അതിനുശേഷം വരുന്നത് ബ്ലോക്ക് 1 ആണ്. ഇമ്പോർട്ടൻസിന്റെ ബേസിസിൽ പറയാം. ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 നിന്നാണ് നമുക്ക് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ആക്സസ് ടൈം, 15 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. IP അഡ്രസ്സിംഗ്, DNS, URL, 10 times. മെമ്മറി ടൈപ്സ് ആൻഡ് ഹയറാർക്കി, 9 times ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലനേറ്ററി essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരിക. അതിൽ ടിപ്പിക്കലി 4 to 8 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 15 to 20 മാർക്സ് essay ക്വസ്റ്റ്യൻസിന് പ്രതീക്ഷിക്കാം. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് 4 to 5 അല്ലെങ്കിൽ മിനിമം പാർട്സ് 4 to 5 8 to 10 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാം. ന്യൂമറിക്കൽ അല്ലെങ്കിൽ കൺവേർഷന് 3 to 10 മാർക്സ് പ്രതീക്ഷിക്കാം. ഡിഫറൻഷിയേറ്റ്, കമ്പയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ റാം വേഴ്സസ് റോം, DVD വേഴ്സസ് CD, CRT വേഴ്സസ് LCD വേഴ്സസ് LED, LAN വേഴ്സസ് WAN, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 to 6 മാർക്ക്. അൽഗോരിതം, ഫ്ലോ ചാർട്ട്, സ്യൂഡോ കോഡ് 6 to 10 മാർക്സിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഡെഫിനിഷൻസ്, വെരി ഷോർട്ട് നോട്ട്സ് 1 to 3 മാർക്സിന് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് 15 to 20 മാർക്സിന്, ഷോർട്ട് നോട്ട്സ്, ഫീച്ചേഴ്സ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 8 to 10 മാർക്സിന് ചോദിക്കാം. ന്യൂമറിക്കൽ, കൺവേർഷൻ ടൈപ്പ് 3 to 10 മാർക്സിന് ചോദിക്കാം. പിന്നെ അൽഗോരിതം, ഫ്ലോ ചാർട്ട് 6 to 10 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് ഒരു 31.8% ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 2 33% ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 3 35.2% ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എക്സാം സൈക്കിൾസ്, അതായത് 2023 to ജൂൺ 2023 to ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു എക്സാം പാറ്റേണിൻ്റെ അനാലിസിസ് നോക്കുമ്പോൾ essay ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു ഡിപ്പാണ് കാണുന്നത്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് നമുക്കൊരു ഇൻക്രീസ് കാണുന്നത്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് റൈസിങ് വരുന്നത്. എക്സ്പ്ലനേറ്ററി SAR സ്ലൈറ്റ്ലി ഡിക്രീസിങ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എക്സാം പ്രിപ്പറേഷൻ ടിപ്പാണ്. 3 hours ആണ് നമുക്കുള്ളത്. 3 hours 180 minutes, 100 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതിൽ 95 to 100 minutes essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 35 to 40 minutes ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, 25 to 30 minutes ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, 20 minutes ഓളം അൽഗോരിതം, ഫ്ലോ ചാർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ മാറ്റി വെക്കണം. ഇനി നോക്കുന്നത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ IP അഡ്രസ്, റിലേറ്റ് URL, DNS, ഐഡൻറ്റിഫൈ നെറ്റ് ID 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ പെർഫോം നമ്പർ സിസ്റ്റം കൺവേർഷൻ, ബൈനറി ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഒക്ടൽ, ഫ്രാക്ഷണൽ 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. മാൽവെയർ, പ്രിസീവർ സോഫ്റ്റ്വെയർസ്, വൈ ആൻറ്റിവൈറസ്, ടെക്നിക്സ്, ടൈപ്സ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ ഫ്ലോ ചാർട്ട്, സമ്മ, മിന്ന, ഈവൻ, ഓഡ് 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ ഓപ്പൺ സോഴ്സ് ആൻഡ് OSD, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്,
കംപ്ലൈൻറ്റ്സ് മോഡൽസ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 6th വൺ നെറ്റ്വർക്ക് ടോപ്പോളജി സ്റ്റാർ ബസ് റിങ് ട്രീ വിത്ത് ഡയഗ്രാം പ്രോസ് കോൺസ് 4 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 7th വൺ പോർട്സ് അല്ല പർപ്പസ് പാരലൽ വേഴ്സസ് സീരിയൽ പോർട്സ് 4 ടൈംസ്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ 3 ടയർ വിത്ത് നീറ്റ് ഡയഗ്രാം 4 ടൈംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് അതിൽ ഫയല് പ്രോസസ് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് UI 4 ടൈംസ്. കമ്പ്യൂട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ടേപ്പ് ഡിസ്ക് ട്രാക്ക് സെക്ടർ സർഫസ് ഡെൻസിറ്റീസ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ. നമുക്ക് ബ്ലോക്ക് വൈസ് അപ്പിയറൻസും ആവറേജ് മാർക്കുമാണ് നോക്കുന്നത്. Explain IP address, relate URL, DNS, compute, identify net ID, block 3, internet, unit 1 and 2 എന്നാണ് 7 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് 4.6 മാർക്ക്. സെക്കൻഡ് വൺ ഡിഫൈൻ മാൽവെയർ, പെർസീവിയർ സോഫ്റ്റ്വെയർസ്, ആൻറ്റിവൈറസ്, നീഡ് ആൻഡ് ടെക്നിക്, ലിസ്റ്റ് ഡിസ്ക്രൈബ് ആൻഡ് ടൈപ്പ്, ബ്ലോക്ക് 2 യൂണിറ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 6 ടൈംസോളം. 5.7 ആവറേജ് മാർക്ക്. പെർഫോം നമ്പർ സിസ്റ്റം കൺവേർഷൻ ബൈനറി ഡെസിമൽ ഹെക്സ് ഒക്ട ഫ്രാക്ഷണൽ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 5 ആണ്. ആവറേജ് 7 മാർക്ക്. റൈറ്റ് അൽഗോരിതം ആൻഡ് ഓർ ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ സിമ്പിൾ ടാസ്ക് സമ്മ മിന്ന ഈവൻ ഓർഡർ, ബ്ലോക്ക് 2 യൂണിറ്റ് 3 5 ടൈംസോളം 6.4 മാർക്ക്. ഓപ്പൺ സോഴ്സ് ആൻഡ് OSDs ഡെഫിനിഷൻ ഒബ്ജക്റ്റീവ് കംപ്ലൈൻറ്റ്സ് ക്രൈറ്റീരിയ മോഡൽ ഫീച്ചേഴ്സ്, ബ്ലോക്ക് 2 യൂണിറ്റ് 1 and 4 5 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5.6 ആണ് ആവറേജ് മാർക്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് അതിൽ ഫയൽ പ്രോസസ് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് UI ഡിഫൈൻ ജസ്റ്റിഫൈ നീഡ്, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 4 ടൈംസോളം 6.5 ആവറേജ് മാർക്ക്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ 3 ടയർ മോഡൽ വിത്ത് നീഡ് ഡയഗ്രാം, ബ്ലോക്ക് 3 യൂണിറ്റ് 1 4 ടൈംസോളം 6.3 ആണ് ആവറേജ് മാർക്ക്. നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് ടോപ്പോളജി ബസ് റിങ് സ്റ്റാർ ട്രീ വിത്ത് ലേബിൾഡ് ഡയഗ്രാം പ്രോസ് കോൺസ്, ബ്ലോക്ക് 3 യൂണിറ്റ് 1 4 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 6 മാർക്ക്. ഇനി പോർട്സ് അതിൽ പർപ്പസ് എക്സ്പ്ലെയിൻ പാരലൽ വേഴ്സസ് സീരിയൽ, ബ്ലോക്ക് 1 യൂണിറ്റ് 4 4 ടൈംസ് 5.3 ആണ് ആവറേജ് മാർക്ക്. കമ്പ്യൂട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ടേപ്പ് ഡിസ്ക് റിലേറ്റ് ട്രാക്ക് സെക്ടേഴ്സ് സർഫസ് ഡെൻസിറ്റി, ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓൾമോസ്റ്റ് 3.7 മാർക്ക്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പോൾ ഈ ടോപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് 31.1% കവർ ചെയ്യുന്ന, മറ്റു ക്വസ്റ്റ്യൻസ് 68.9%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ. ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടിടത്ത് ഡയഗ്രാംസ് കൊടുക്കുക. കൃത്യമായിട്ട് ലേബിൾഡ് ഡയഗ്രാംസ് നീറ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3 അതിൽ യൂണിറ്റ് 1 and 2 IP അഡ്രസ്സിങ് DNS ആൻഡ് URL 100% പ്രോബബിൾ ആണ്. നമുക്ക് 7 ടൈംസോളം അപ്പിയറൻസ് പാസ് പേപ്പേഴ്സിൽ വന്നതാണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 മാൽവെയർ ആൻറ്റിവൈറസ് അതിൽ അപ്പിയറൻസ് 6 ആണ്, പ്രോബിലിറ്റി 85.7%. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്പർ സിസ്റ്റം കൺവേർഷൻ അപ്പിയറൻസ് 5 ആണ്, പ്രോബിലിറ്റി 71.4%. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 4 ഓപ്പൺ സോഴ്സ് ആൻഡ് OSD കംപ്ലൈൻറ്റ്സ് 5 ടൈംസോളം 71.4 ആണ് പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ്സ് ആൻഡ് സർവീസ്
5 ടൈംസോളം 71.4 ആണ് പ്രോബിലിറ്റി. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 അൽഗോരിതം, ഫ്ലോ ചാർട്ട്, സ്യൂഡോ കോഡ് 5 ടൈംസോളം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 71.4 ആണ് പ്രോബിലിറ്റി. ഇനി ബ്ലോക്ക് 1 നിന്ന് തന്നെ യൂണിറ്റ് 3 സ്റ്റോറേജ് കപ്പാസിറ്റി ഓർഗനൈസേഷൻ 4 ടൈംസോളം 57.1 ആണ് പ്രോബിലിറ്റി. ഇനി യൂണിറ്റ് 4 അതിൽ പോർട്സ്, പാരലൽ, സീരിയൽ, USB, SCSI 4 ടൈംസോളം 57.1 ആണ് പ്രോബിലിറ്റി. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 ക്ലയൻറ്റ് സെർവർ ഓർ 3 ടയർ ആർക്കിടെക്ചർ 4 ടൈംസോളം 57.1 ആണ് പ്രോബിലിറ്റി, മീഡിയം ലെവലാണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 നെറ്റ്വർക്ക് ടോപ്പോളജി വിത്ത് ഡയഗ്രാം 4 ടൈംസോളം 57.1 പ്രോബിലിറ്റി. ബ്ലോക്ക് 1 യൂണിറ്റ് 1 CPU സ്ട്രക്ചർ ജനറേഷൻസ് 3 ടൈംസോളം 42.9% പ്രോബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഓഫീസ് ആപ്സ് വേർഡ്, എക്സൽ, മെയിൽ മെർജ് 3 ടൈംസോളം 42.9% പ്രോബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 ബ്രൗസർ, സെർച്ച്, ഇമെയിൽ ഫീച്ചേഴ്സ് 3 ടൈംസോളം 42.9% പ്രോബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 സെക്യൂരിറ്റി ത്രെറ്റ്സ്, സേഫ് ബ്രൗസിംഗ് 3 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 42.9% പ്രോബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ 70 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന എക്സാംസിൽ നമുക്ക് ഹൈലി പ്രോബബിൾ. 40 to 69% വരുന്നത് മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി വരുന്ന ഏരിയ ആണ്. അപ്പൊ ഈ ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ എക്സാമിന് കവർ ചെയ്ത് പോകേണ്ടത്. ഇതിൽ ഹൈലി പ്രോബബിൾ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് OSS, OSD, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസസ്, അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ഈ ഏരിയാസ് ഒക്കെ തന്നെ. മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി വരുന്ന ഏരിയാസ് ആണ് ടോപ്പോളജീസ്, ബ്രൗസർ, സെർച്ച് എൻജിൻസ്, ഇമെയിൽ, സെക്യൂരിറ്റി, ഹൈജീൻ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ആ ഏരിയ. ലോ പ്രോബബിലിറ്റി വരുന്ന ഏരിയാസ് ആണ് LAN വേഴ്സസ് WAN, OSI, TCP, IP, വോൺ ന്യൂമൻ, ജനറേഷൻസ്, ഈ ഏരിയ. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതൽ ടൈം കൊടുത്ത് വേണം, അനലൈസ് ചെയ്ത് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 3 ഫ്രം ക്വസ്റ്റ്യൻ 2 to 5. Next one, answer part of a question together and draw a neat labeled diagram wherever asked. Non-programmable calculator can be used. State assumption clearly where necessary. Make mark for each part are indicated against it. Marks ഓരോന്നിനും ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. 40 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കൺവേർഷൻ ആണ് ചോദിച്ചേക്കുന്നത്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഇങ്ങനെ കൺവേർഷൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് ചോദിച്ച ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ. ബി പാർട്ടിൽ എ ഡിസ്ക് പാക്ക് ഹാസ് 6 പ്ലേറ്റേഴ്സ്, ബോത്ത് സർഫസ് യൂസ്ഡ്. ഈച്ച് സർഫസ് ഹാസ് 1024 tracks. Each track has 512 sectors. Each sector store 1024 bytes. Compute total capacity. 3 mark questions. Block 1 യൂണിറ്റ് 3 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ടിൽ വിത്ത് എ ലേബിൾഡ് ഡയഗ്രാം ഔട്ട്ലൈൻ ദ മേജർ CPU components and explain the instruction cycle at a high level. 5 മാർക്ക് ക്വസ്റ്റ്യൻ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ടിൽ സ്റ്റേറ്റ് എനി 4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആൻഡ് ബ്രീഫ്ലി ജസ്റ്റിഫൈ ദ യൂട്ടിലിറ്റി ടു യൂസേഴ്സ് ഓർ പ്രോഗ്രാം. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഈ പാർട്ടിൽ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു റീഡ് n integers and print the second largest value. 6 മാർക്ക് ക്വസ്റ്റ്യൻ. ബ്ലോക്ക് 2 യൂണിറ്റ് 3 എഫില് ഫസ്റ്റ് വൺ ഡിഫൈൻ IPv4 അഡ്രസ് ആൻഡ് സബ്നെറ്റ് മാസ്ക്. സെക്കൻഡ് വൺ ഫോർ IP 172.16.5.200 with mask 255.255.0. Write the net ID. 4 mark question. ബ്ലോക്ക് 3 യൂണിറ്റ് 1 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ജി പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പാരലൽ, സീരിയൽ ആൻഡ് USB പോർട്ട് ഇൻ എ PC. Cite 1 typical use of each. 4 mark question. ബ്ലോക്ക് 1 യൂണിറ്റ് 4 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 4 features of modern e-learning platform relevant to university teaching. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ബ്ലോക്ക് 3 യൂണിറ്റ് 3 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഐ പാർട്ടിൽ ലിസ്റ്റ് 4 സ്പ്രെഡ്ഷീറ്റ് capabilities that support data analysis, name only. 2 mark question. Block 2 യൂണിറ്റ് 4 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെമ്മറി എന്ന് എ പാർട്ടിൽ ഡിഫറൻഷിയേറ്റ് SRAM വേഴ്സസ് DRAM ആൻഡ് cache versus main memory. 2 point each. 8 mark question. Block 1 യൂണിറ്റ് 3 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ടിൽ വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ സിലിണ്ടേഴ്സ്, ട്രാക്കേഴ്സ്, സെക്ടേഴ്സ് ആൻഡ് സീക്ക് വേഴ്സസ് ലേറ്റൻസീസ് ഇൻ HDD. ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ടിൽ കമ്പയർ CRT, LCD ആൻഡ് LED, monitors and principles of operation and 2 characteristics each. Block 1 unit 4. Question number 3, software concepts and licensing and security. A part will define operating system and explain 4 services from process control, memory management, file management, input, output or UI. 8 mark question. Block 2 unit 2 in which question. B part will explain software licensing type and give one situation where each is suited. 6 mark question. Block 2 unit 1. C part will define malware and discuss 3 categories with 1 preventive control each. 6 mark question. Block 2 unit 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 20 മാർക്കാണ്. നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് ആൻഡ് വെബ് ആ ഏരിയയിൽ ചോദിച്ചാണ്. എ പാർട്ടിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റാർ ആൻഡ് ട്രീ ടോപ്പോളജി, റൈറ്റ് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ലിമിറ്റേഷൻ ഓഫ് ഈച്ച്. 8 മാർക്ക് ക്വസ്റ്റ്യൻ. ബ്ലോക്ക് 3 യൂണിറ്റ് 1. B part briefly describe the role of switch, router, gateway and NIC in a campus network. 6 mark question. Block 1 unit 1. C part define URL and explain how it is resolved to an IP address via DNS. Conceptual steps only. 6 mark question. Block 3 unit 1. Any question number 5 20 mark question. Applications and programming fundamentals. A part open source and OSD. State the idea of open source software and list 4 OSD criteria in your own words. 6 mark question. Block 2 unit 4 and 1. B part mail merge. Outline the sequence of steps to produce personalized letters from a table of recipients. 6 mark question. Block 2 unit 4. C part write pseudocode for a function that return true if a string is palindrome. Ignore the case or spaces. 8 mark question. Block 2 unit 3. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഇതിൻ്റെ മാർക്കിംഗ് സ്കീം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് റഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ മേജർ ടോപ്പിക്സ് ഒക്കെ തന്നെ റഫർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആപ്പ് ത്രൂ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നല്ല ഒരു സ്കോറോട് തന്നെ പാസ്സാവാൻ പറ്റുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.